ബൈനോക്കുലർ ടീമിൻ്റെ ഒരു ക്ഷേത്രയാത്രയ്ക്ക് സ്വാഗതം. ഇത് മേതല കല്ലിൽ ഭഗവതി ക്ഷേത്രം. പെരുമ്പാവൂരിൽ നിന്നും കോതമംഗലത്ത് നിന്നും 10 കിലോമീറ്റർ ദൂരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇത് ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിൽ ഒരു പുരാതനമായ ഗുഹാക്ഷേത്രമാണ്. അതിനിവിടെ നിർമ്മിതികളെല്ലാം കരിങ്കല്ലിൽ തന്നെയാണ് നിർമ്മിച്ചേക്കുന്നത്. കോൺക്രീറ്റ് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കടന്നു വന്നിട്ടുള്ളൂ. കടന്നു വരാതിരിക്കാൻ വേണ്ടി ഒരു മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. കൽപ്പടവുകൾ പാകി നല്ല മനോഹരമായ കൽപ്പടകൾ, നല്ല ഉയരത്തിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് കേട്ടോ. നല്ല ദൂരമുണ്ട് കൽപ്പട വഴി കയറി ചെല്ലാൻ. എല്ലാം തന്നെ പഴമ നിലനിർത്തി നല്ല ഭംഗിയായി മനോഹരമായി നിൽക്കും. ഇവിടെ കാർത്തിക നാളിലാണ്, എല്ലാ മാസവും കാർത്തികയിലാണ് ഉത്സവം. എല്ലാ മാസവും ഇല്ല, പക്കപ്പിറന്നാൾ ആഘോഷിക്കുന്നു. വൃശ്ചികത്തിലെ കാർത്തിക ഉത്സവം നടത്തുന്നു. വൃശ്ചികത്തിലെ കാർത്തികയ്ക്ക് ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ കാർത്തിക തൊട്ട് 7 ദിവസം ഉത്സവമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ സമയം 10:30 നിലവിൽ ക്ഷേത്രം അടച്ചിരുന്നു. ഈ തുലാഭാരത്തട്ടൊക്കെ പഴയപടി തന്നെ മനോഹരമായി തന്നെ നിലനിർത്തിയിരിക്കുന്നു. ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിലാണ്ട് അധികം ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. 2 ശ്രീകോവിലാണ്. ഒന്ന് ശാസ്താവും ഗണപതിയും, ഇനിയൊന്ന് ഭഗവതിയുടെ ശ്രീകോവിലാണ്. ചെമ്പ് തട്ടൊക്കെ പാകിയിരിക്കുന്നത്. ചുറ്റുവട്ടം തന്നെ കല്ല് പാകിയിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ പിൻവശത്തോട്ട് കയറാനുള്ള ഒരു ചെറിയ നടവഴിയാണ്. അതേ കാണുന്ന ആ വലിയ പാറയുടെ അടിയിലാണ് ആ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2 ശ്രീകോവിലും ആ ഗുഹയ്ക്കകത്ത് തന്നെയാണ്. എല്ലാം പഴയ പുരാതന രീതിയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നു. ഇതുവഴി കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു പ്രദക്ഷിണ വഴി കാണാം. തൊഴുത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രദക്ഷിണ വഴി. പിന്നെ അതിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ ചുറ്റുവട്ടം തന്നെ ഒരുപാട് കുഞ്ഞി കല്ലുകൾ ഇതുണ്ടോ. നല്ല കല്ലുകൾ പെറുക്കി ഭക്തരെ അവരവരുടേതായ ഭവനങ്ങൾക്കായിട്ട് വെച്ചിരിക്കുന്നതെന്നാണ്. പണ്ട് തൊട്ടേ ഇവിടെ ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഇവിടെ ഒന്ന് കല്ലടുക്കി കഴിഞ്ഞാൽ ഭഗവതി വീട് നല്ലൊരു ഭവനം നിർമ്മിച്ചു തരുമെന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. നിരവധി ഉണ്ട് കേട്ടോ. ഈ പാറയുടെ 4 വശത്തും ഉണ്ട്. നിരവധി ആൾക്കാരുണ്ട്. എന്തായാലും നമ്മൾ ഒരു ചെറിയ ഭവനത്തിന് വേണ്ടി ചെറിയൊരു ഭവനത്തിന് വേണ്ടി 2-3 കല്ല് നമ്മൾ പെറുക്കി വെക്കുന്നുണ്ട്. ഇരിക്കട്ടെ നമുക്കൊരു ഭവനം. ഇതിൻ്റെ റിസീവർ ഭരണത്തിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, മറ്റു നിർമ്മിതികളൊന്നും ഇവിടെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഇത് കുറേ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ ഈ ചുറ്റുവട്ടമൊക്കെ നശിച്ച് കിടപ്പുണ്ട്. നേരത്തെ നിർമ്മിച്ചിരുന്ന സാധനങ്ങളൊക്കെ വെട്ടുകല്ല് നിർമ്മിച്ചൊക്കെ നശിച്ച് കിടപ്പുണ്ട്. ഇതിൻ്റെ പുറകുവശത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണ്. നല്ല ഇടുങ്ങിയൊരു പാറയുടെ വശം കേട്ടോ. ഇതുവഴി ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് കേട്ടോ. ചെറുതായിട്ട് തെറ്റിലൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇറങ്ങാൻ സൗകര്യത്തിന് കൈവഴിയൊക്കെ വെച്ചിട്ടുണ്ട്. നടവഴിയൊക്കെ കല്ല് പാകിയിട്ടുണ്ട്. പുറകുവശത്ത് ആ കൂറ്റൻ പാറ തന്നെ അങ്ങനെ തന്നെ അത് നല്ല പൊക്കത്തിൽ നമുക്ക് തലയ്ക്ക് മേൽ തല ഉയർത്തി നല്ല ഭംഗിക്ക് തന്നെ നിൽപ്പുണ്ട്. ഇത് ക്ഷേത്ര ആവശ്യത്തിന് എടുത്തിരുന്ന കുളമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് വൃത്തികേടൊക്കെയായിട്ടാണ് കിടക്കുന്നത്. വലിയ വൃത്തിയൊന്നുമില്ല. സൈഡൊക്കെ കല്ലൊക്കെ പാകിയിട്ടുണ്ട്. വെട്ടുകല്ലിൽ പണിതാണ്. ഇറങ്ങാൻ സൈഡിൽ നടക്കല്ലൊക്കെ ഉണ്ട്. ചെറിയ നടക്കല്ലുകളുണ്ട്. വെള്ളം ഇപ്പോൾ ഉപയോഗിക്കണില്ലെന്ന് തോന്നുന്നു. ഇത് ക്ഷേത്രത്തിൻ്റെ നമ്മൾ ആ പ്രദക്ഷിണം ചെയ്ത് വരുന്നതിൻ്റെ നേരെ എതിർവശമാണ് ഈ വഴി കേട്ടോ. ഇതുവഴി കയറി നമുക്ക് വീണ്ടും ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലോട്ടെത്താം. അതിൻ്റെ സൈഡൊക്കെ ആ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അതാണ് ചെറിയ വഴികൾ, കമ്പികളൊക്കെ, ചെറിയ വേലിക്കെട്ടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ എന്തോ സംഭവങ്ങളാണ്. ചെറിയ വാതിൽ കാണാം. അതിൻ്റെ ഫ്രണ്ടിലൊരു കൽവിളക്കുണ്ട്. അതിൻ്റെ മുകളിൽ കണ്ടോ. അതിൽ കയറാൻ അവിടെ ഒരു കല്ലിൽ തന്നെ ഒരു ഏണിയും വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഏണി. ഇത് ക്ഷേത്രത്തിൽ ഒരു ആറാട്ടുകുളം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു സ്തംഭമൊക്കെ, അതായത് ഒരു വെട്ടുകല്ലിൽ പണിത സ്തംഭമൊക്കെ ഉള്ള ഒരു ആറാട്ടുകുളം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ വന്നപ്പോൾ. നമ്മളത് കാണാൻ പോവാം. അത് ക്ഷേത്രത്തിൽ താഴെയാണ് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ആറാട്ടുകുളം. ഇത് കണ്ടോ. ഇതിൽ പഴയ നിർമ്മിതിയിൽ ഇത് സ്തംഭം നിൽക്കുന്നുണ്ടോ. ഇത് കല്ലിൽ തന്നെ പണിത്. ഇത് ഏകദേശമൊക്കെ നാശോന്മുഖമായ വക്കിലാണ് കണ്ടാ നിൽക്കുന്നത്. നല്ല മനോഹരമായി നല്ല ഭംഗി വെട്ടുകല്ലിൽ ചുറ്റളവ് പണിതേക്കണം. ഈ കുളം മൊത്തം വെട്ടുകല്ലാണ് പണിതേക്കണം കേട്ടോ. ചുറ്റളവ് നോക്കിയാൽ 4 വശത്തും. അങ്ങനെ അത് ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം വൃത്തിയും വെടിപ്പുമായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഉത്സവത്തിന് മാത്രമേ ആറാട്ടിന് മാത്രമേ ഇറങ്ങുള്ളൂ. മറ്റാൾക്കാർ ഇറങ്ങി കുളിക്കും അങ്ങനെയൊന്നും ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. ഇത് ഇവിടുത്തെ ഊട്ടുപുരയാണ്. ആ പഴയ ഇതിൽ തന്നെ തടിയുടെ അഴികളിലൊക്കെ തന്നെ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. എല്ലാ മാസത്തിലെയും കാർത്തികയിൽ പക്കപ്പിറന്നാളിന് ഇവിടെ അന്നദാനം 11 മണിയാകുമ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. കളഭാഭിഷേകമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടെന്നാണ് പറഞ്ഞത്. പിന്നെ മഴ വരുന്നതുകൊണ്ട് നമ്മൾ പതുക്കെ തിരിച്ച് നടക്കുകയാണ്. വരുന്നവർക്ക് വരാനായിട്ട് ഇവിടെ സൗകര്യങ്ങളുണ്ട്. വാഹനത്തിന് വരാൻ പാർക്കിംഗ് ഉണ്ട്. ഈ കൽപ്പട വഴി നമ്മൾ വന്നേ. ബൈനോക്ക് ടോക്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. നമ്മളിതാ തിരിച്ച് യാത്ര തുടരണം.